വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തരുമ്പോ ആ വിശുദ്ധമായ ആയത്ത് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു നമുക്ക് ഇതെല്ലാം നൽകാറുണ്ട്. അല്ലാഹു ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ വിജയത്തിന് ഈ പരീക്ഷണങ്ങൾ മുഴുവനും അല്ലാഹു നമുക്ക് നൽകാറുണ്ട് എന്ന പ്രതിജ്ഞത്തെ അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, എന്ന വിശുദ്ധമായ ആയത്ത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഫലസ്തീനിലെ മക്കളുടെ ഓരോ പ്രഭാതവും പുലർന്നു വരുന്നത്. ഇന്ന് എന്റെ മയ്യിത്താണ് വരാൻ പോകുന്നത്, ഇന്ന് എന്റെ ഷഹീദിന്റെ മയ്യിത്താണ് കടന്നു വരാൻ പോകുന്നത്. ഓരോ ദിവസവും, ഓരോ പ്രഭാതവും, ഓരോ രാത്രിയും, ഓരോ പകലും, ഓരോ സെക്കൻഡും, ഓരോ ദിവസവും അവരിങ്ങനെ അവരെ ഷഹീദായി, അവരുടെ ഷഹാദത്തിനു വേണ്ടി അവരിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ ഇന്ന് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുമ്പോൾ 2 വർഷത്തിന് ആ യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഇന്നുവരെയും നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഫലസ്തീനിലെ മക്കൾക്കൊരു കളിയുണ്ട്. നിങ്ങൾ കണ്ടു കാണാം പലപ്പോഴും വീഡിയോയിലൂടെ. അവർക്കൊരു കളിയുണ്ട്. എന്തെന്നറിയോ? ഒരു ഷഹാദത്തിന്റെ കളി. ആ കളി നിങ്ങൾ ഒരു പക്ഷേ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ മക്കള് മൊബൈൽ ലോകത്താണ്, അല്ലെങ്കിൽ മൊബൈൽ അഡിക്റ്റ് കൊണ്ട് ഏതെങ്കിലും ഗെയിമിനൊക്കെ അഡിക്റ്റ് ആയിട്ട് മൊബൈലുമായി ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉറങ്ങാതെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോ ആകാശത്തിന് മുകളിൽ അല്ലെങ്കിൽ ആകാശത്തിന് താഴെ ആകാശഭാഗത്തു നിന്നും ബോംബുകളും മിസൈലും ഒക്കെ പറന്നു വന്ന് അവരുടെ തലയ്ക്ക് മീതെ വീഴാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അവരെ ഭൂമിയിൽ ഒരു കളി കളിക്കാറുണ്ട്. എന്തെന്നറിയോ കളി? 4 കുട്ടികൾ 4 സൈഡിൽ, ഒരു തുണിയിൽ 4 സൈഡിൽ അവർ പിടിക്കും കുട്ടികൾ. എന്നിട്ട് അതിൽപ്പെട്ട ഒരു കുട്ടിയെ അതിൽ കിടത്തും. അതിൽപ്പെട്ട ഒരു കുട്ടിയെ, 5ാമതൊരു കുട്ടിയെ അവരുടെ തുണിയിൽ കിടത്തും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഒരു മയ്യിത്തിനെ നാം എടുക്കാറുണ്ടല്ലോ, ഒരു മയ്യിത്തിനെ തുണി പിരിച്ചിട്ട് അതിന്റെ പുറത്തേക്ക് കിടത്തിയിട്ട് 4 ഭാഗത്തും 4 പേര് പിടിച്ചു പൊക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ അവർ കിടത്തിയിട്ട് ആ കുഞ്ഞുങ്ങൾ, ആ ജീവനുള്ള പച്ചയായ കുഞ്ഞിനെ കൊണ്ടുപോയി കളിക്കുക. എന്നിട്ട് പറയുക ഷഹാദത്ത്, ഷഹാദത്ത്. ഇതാണ് ഫലസ്തീൻ മക്കളുടെ ഇപ്പോഴത്തെ കളി. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ മരിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുന്നു. രാജ്യത്തിനു വേണ്ടി അവരുടെ ഈമാൻ പരിപൂർണമായി വെമ്പൽ കൊണ്ടിരിക്കുന്ന ഈമാൻ കൃത്യമായി അവരുടെ മനസ്സിലേക്ക് ചേർത്ത് വെച്ചിട്ട് രാജാതിരാജന്റെ മുന്നിലേക്ക് ആ ചോരയുമായി കടന്നു ചെല്ലാൻ വേണ്ടി ഇസ്രായേൽ ക്രൂര പരീക്ഷകൾ നടത്തുന്ന ദുഷ്ടത്തിന്റെ ആ ക്രൂരതയുടെ ഭീകരതയുടെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ ആ സ്വരങ്ങളിൽ അമർന്നു പോയിട്ട് ഈമാൻ വറ്റിപ്പോകാതെ കടന്നു പോകുന്ന ഒരു ജനതയുണ്ടെങ്കിൽ ഇന്ന് ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കൾ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അവരുടെ കളികൾ എന്താണ്? ഷഹാദത്തിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആണ്. നമ്മുടെ മക്കളൊക്കെ പല പ്രാക്ടീസുകളും നടത്താറുള്ളപ്പോഴും അവർ മരിക്കുന്നത് ഷഹാദത്തിന് വേണ്ടിയാണ്. അവർക്ക് മൈലാഞ്ചികൾക്ക് മുന്നിൽ നമ്മുടെ മക്കളുമൊക്കെ മൈലാഞ്ചിക്ക് വേണ്ടി മറ്റൊരാളുടെ മുന്നിലേക്ക് കൈ നീട്ടി കൊടുക്കുമ്പോ, നമ്മുടെ കല്യാണങ്ങൾക്കും മറ്റതുമൊക്കെ കൈകളിൽ മൈലാഞ്ചി അണിയാൻ വേണ്ടി നമ്മുടെ മക്കൾ നീട്ടി കൊടുക്കുന്നത് പോലെ അവരവരുടെ പേരുകൾ മാർക്കർ പേന കൊണ്ട് അടുത്തത് മരിക്കുന്നത് ഞാനാണ്, ഞാൻ മരിച്ചു പോയാൽ എന്റെ മയ്യത്ത് തിരിച്ചറിയാൻ വേണ്ടി എന്റെ കൈവെള്ളയിൽ എന്റെ പേര് രേഖപ്പെടുത്താൻ വേണ്ടി, മൈലാഞ്ചിക്ക് പകരം പേര് രേഖപ്പെടുത്താൻ വേണ്ടി കൈ നീട്ടി കൊടുക്കുന്ന രംഗമാണ് ഫലസ്തീനിലെ മക്കൾക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് ഈമാനിന്റെ പവറാണ് അവർക്കുള്ളത്. എങ്ങനെയാ സുഖമായി അവർക്ക് ഉറങ്ങാൻ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, ആ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് തന്റെ അവസാനം തന്റെ ജീവിതത്തിൽ തന്റെ സ്വന്തം പിറന്ന നാട്ടിൽ നിന്ന് മാറ്റി ഓടിക്കപ്പെട്ട് കൂട്ടപ്പാലായനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ മക്കൾക്ക്, ആ മക്കളോടൊരു വേദന നമ്മുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഈമാൻ ശരിയായ ഈമാനായി മാറുമോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഹദീസിലൂടെ കാണാം, ലഅനല്ലാഹു മൻ റആ മദ്ലൂമ ഫലം യൻസുറുഹു. ഞാനും നിങ്ങളും അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആ ഫലസ്തീൻ മക്കൾ നേരിടുന്ന ദുരനുഭവം, ആ ക്രൂരതകൾ, ഐക്യരാഷ്ട്രസഭ പോലും പറഞ്ഞു ഇത് ക്രൂരമായ വംശഹത്യയാണ് എന്ന്. വാക്കും നാക്കുമല്ലാതെ പ്രിയപ്പെട്ടവരെ ഒരു പ്രതിരോധത്തിന്റെ ഒരു മാർഗം സ്വീകരിക്കാൻ, ഒന്ന് അറേബ്യൻ രാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചെറു രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ ആ ഇസ്രായേൽ എന്ന ക്രൂരമായ രാജ്യത്തിന് മൂക്ക് കയറിടാനും നിലയ്ക്ക് നിർത്താനും ഈ ലോകരാജ്യങ്ങൾ, വിശിഷ്യ അറേബ്യൻ രാജ്യങ്ങൾക്കുൾപ്പെടെ അവർക്ക് സന്മനസ്സില്ല, അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പച്ചയായ ദുഃഖസത്യം എന്ന് പറയുന്നത്. എന്തേ? അമേരിക്കയുടെ എന്തൊക്കെ ലാഭങ്ങൾ നേടാൻ
നേടാൻ വേണ്ടി അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ എന്തെങ്കിലുമൊക്കെ സിമ്പതികൾ അല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ, മൂക്ക് കയറിട്ട് നിലക്ക് നിർത്തിയാൽ നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ സംവിധാനങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ വീഴ്ചകളോ തകരാറുകളോ അല്ലെങ്കിൽ അവരുടെ ബോംബുകളോ നമ്മുടെ രാജ്യത്തേക്ക് വന്ന് പതിക്കുമെന്ന ഒരു കൃത്യമായ ഒരു മാനസികമായ രോഗത്തിന്റെ അടിമകളായി ഇന്ന് അറേബ്യൻ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ഒരുമയും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലഅനല്ലാഹു മൻ റആ മദ്ലൂമ ഫലം യൻസുറുഹു. അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്ന ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുസുന്നത്ത്, മൻ റആ മദ്ലൂമ, ആക്രമിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ, അത് നമ്മുടെ നാടിലാകട്ടെ, അങ്ങകലെ ഫലസ്തീനിലാകട്ടെ, ഗസയിലാകട്ടെ, ഇന്ത്യ രാജ്യത്തിലാകട്ടെ, ഒരു മനുഷ്യനെ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നുണ്ട്. ആ മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോഴും അതുവഴി നടന്നു പോകുന്നു, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ നമുക്കറിയാം. അവന് നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ അതൊന്നും നാം കണ്ടില്ല. അതൊക്കെ അവിടെ നടക്കട്ടെ എന്ന രൂപത്തിൽ ഞാനും നിങ്ങളും നടന്നു പോയാൽ, ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ റആ ലഅനല്ലാഹു മൻ റആ മദ്ലൂമാ ഫലം യൻസുറുഹു. ഒരു പീഡിപ്പിക്കപ്പെട്ട മനുഷ്യന്റെ അടുക്കലൂടെ നീ നടന്നു പോയി, അല്ലെങ്കിൽ ആ വാർത്ത നീ അറിഞ്ഞോ, ആ മനുഷ്യന് നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നീ ചെയ്തു കൊടുക്കാതെ അതങ്ങ് നടക്കട്ടെ, അമേരിക്കയിലല്ലേ അല്ലെങ്കിൽ ഫലസ്തീനിലല്ലേ ഗസയിലല്ലേ എന്ന് വിചാരിച്ച് നീ നടന്നാൽ നിന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ് ഇറങ്ങുന്നത് എന്ന് മുഖ്ബിറെ സ്വാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കരാളിമുക്കിൽ സുഭിക്ഷതയോടുകൂടി ഭക്ഷണം കഴിച്ചിരിക്കുന്നവരെ, പലസ്തീനിലെ പ്രിയപ്പെട്ട മക്കൾക്കു വേണ്ടി ഒരിറ്റ് കണ്ണീർ വാർക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടില്ല എങ്കിൽ ഇസ്രയേലിന്റെ ബോംബിനേക്കാൾ ഭീകരമായ അള്ളാഹുവിന്റെ ശിക്ഷകളാണ് ഈ കാരാളിമുക്കിലും അല്ലെങ്കിൽ നമ്മിലേക്കും വർഷിക്കാൻ പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ പരിധി എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? 5 നേര നമസ്കാരങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ അവരെ ഉൾപ്പെടുത്താൻ നമുക്ക് അതേ സാധ്യമാകൂ. നമുക്ക് കുറെ പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികൾ ഉപയോഗിച്ചിട്ട് നമ്മെ കൊണ്ട് ചെയ്യാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം അത് അമേരിക്കയുടെ ആയുധമല്ല. അത് അമേരിക്കയുടെ ആയുധമല്ല. ഏറ്റവും വലിയ സംഹാര ശേഷിയുള്ള അമേരിക്കയുടെ ആയുധമല്ല പ്രിയപ്പെട്ടവരെ. ആദരവായ നബി തങ്ങൾ പഠിപ്പിച്ചത് ദുആ എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്, അത് മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധമായിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു എങ്കിൽ കാരാളിമുക്ക് വീടിന്റെ അകത്തിരുന്ന് അല്ലെങ്കിൽ എന്റെ വീടിന്റെ അകത്തിരുന്ന് നാം ചെയ്യുന്ന നിർവഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളുണ്ടല്ലോ, ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ, അത് അമേരിക്കയുടെ ഏറ്റവും വലിയ ബോംബിനേക്കാൾ മാരകമായ പ്രഹരശേഷിയുള്ളതായിട്ട് ആ പ്രിയപ്പെട്ടവർക്കിലേക്ക് സമാധാനത്തിന്റെ ശാന്തിയുടെ ദൂതനായി ചെന്നെത്തുമെന്നാണ് വിശുദ്ധമായ ഹദീസ് നമ്മോട് പഠിപ്പിച്ചത്. അത്തരത്തിൽ നമുക്കൊന്ന് ദുആ ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ? നമുക്കൊന്ന് കഴിയണ്ടേ? ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്നന്നാസ ഇദാ റഊ ളാലിമ, ഒരു അക്രമിയായ മനുഷ്യനെ കണ്ടു, ജനങ്ങൾ കണ്ടു, പക്ഷേ ഫലം യഖുദു അലാ യദൈഹി, ആക്രമിയുടെ കരത്തിലെത്തി ഒന്ന് പിടിച്ചിട്ട് മൂക്ക് കയറിട്ട് നിലക്ക് നിർത്താൻ, ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രത്തിനെ മൂക്ക് കയറിട്ട് നിലക്ക് നിർത്താൻ അറേബ്യൻ സമൂഹത്തിനും അറേബ്യൻ രാജാക്കന്മാർക്കും അല്ലെങ്കിൽ അറേബ്യൻ സമൂഹം ഭരിക്കുന്നവർക്കും സാധ്യമായിട്ടില്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രിയപ്പെട്ടവരെ, ആ ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് നിലവിളിക്കുന്നത്, നമുക്കൊന്ന് കഴിക്കാൻ നമുക്കൊന്നുമില്ല, നമുക്ക് കുടിക്കാനൊന്നുമില്ല, ഞങ്ങൾക്കൊരു സഹായം ചെയ്യുമോ, നമുക്കൊരു രക്ഷ നൽകുമോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വയറിലേക്ക് തടകിക്കൊണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് നമ്മോട് വിളിച്ചുണർത്തുമ്പോ ഇതൊന്ന് കാണാതെ പോവുക എന്നുള്ളത് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് ഇറങ്ങുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഫലസ്തീനിലെ ഈ കൃത്യമായ ഈ ക്രൂരതകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് അവരോടുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാത്ത മുഅ്മിനായി മാറിയാൽ അല്ലാഹുവിന്റെ ശിക്ഷ കൃത്യമായി നമുക്കുണ്ടാകുമെന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. അതുകൊണ്ട് അവർക്ക് വേണ്ടി നാം ഒന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സെങ്കിലും നമുക്കുണ്ടാകട്ടെ. അല്ലാഹു അതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മമ്മശാ മഅ ളാലിമിൻ യുഈനഹു വഹുവ യഅലമു അന്നഹു ളാലിമുൻ. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സമൂഹം അക്രമിയാണെന്ന് ലോക ജനത മുഴുവനും വിലയിരുത്തി. അവൻ ചെയ്യുന്നത് ക്രൂരതയാണ്, കൂട്ടക്കുരുതിയാണെന്ന് മനസ്സിലാക്കി. പക്ഷേ എന്നിട്ടും അവനെ സഹായിച്ചു കൊണ്ടിരുന്നാൽ, അക്രമിയായ മനുഷ്യനെ സഹായിച്ചു കൊണ്ടിരുന്നാൽ ഫഖദ് ഖറജ മിനൽ ഇസ്ലാം, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി. ഒരു അക്രമിയായ മനുഷ്യൻ അത് ഏത് അക്രമം ചെയ്തു കൊള്ളട്ടെ, ബോംബാകട്ടെ, പട്ടിണി കിടത്ത് കൊല്ലുന്നതാകട്ടെ, മറ്റേതെങ്കിലും ഭീകരമായ പ്രവർത്തനങ്ങളാകട്ടെ, ഏതുമാകട്ടെ, പക്ഷേ ഒരു അക്രമിയായ മനുഷ്യൻ അക്രമിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവന്റെ സഹായങ്ങൾ ചെയ്യാൻ, അവന് വേണ്ടി വീണ്ടും സഹായങ്ങളും ഒത്താശകളും ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ വഹുവ ഖറജ മിനൽ ഇസ്ലാം, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനാണ് എന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് രണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. ഒന്ന് പ്രാർത്ഥനയാണ്, രണ്ട് ബഹിഷ്കരണമാണ്. ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നതും നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടതുമായ ഒരു വിഭവം അല്ലെങ്കിൽ ഏതെങ്കിലും ഉൽപ്പന്നമുണ്ടെങ്കിൽ അത് ഇസ്രായേലി ഉൽപ്പന്നമായിരിക്കും. മിഠായി മുതൽ അങ്ങറ്റം വരെയുള്ള ഏത് സാധനമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, അത് ബഹിഷ്കരിക്കാനുള്ള മാനസികമായ ഈമാൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അല്ലാഹു അതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ തിരിച്ചറിയേണ്ട ഒന്ന് രണ്ട് സംഗതികളുണ്ട്. എന്നും ചതിയന്മാരുടെയും അതുപോലെ ചതിപ്രയോഗങ്ങൾ നടത്തിയിട്ടും ചരിത്രത്തിൽ പാരമ്പര്യമുള്ള ഒരു സമുദായമാണ് ജൂതന്മാരെന്ന് തിരിച്ചറിവ് നാം മറന്നു പോകരുത്. അത് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചതാണ്. അത് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചതാണ്. മാത്രമല്ല വിശുദ്ധമായ ഖുർആന് കൃത്യമായ ആഹ്വാനവും നമ്മോടുണ്ട്. കാരണം ഇന്ന് ഇസ്രായേൽ ഇത്രയും വലിയ വീമ്പ് പറയാൻ കാരണം, അല്ലെങ്കിൽ വലിയ പോരാട്ടം നടത്താൻ കാരണം കൂടെ വലിയച്ഛനുണ്ട്. അരെന്നറിയോ, അമേരിക്കയുണ്ട്, സഖ്യകക്ഷികളുണ്ട് സഹായിക്കാൻ. പക്ഷേ അമേരിക്കയും സഖ്യകക്ഷികളും ഒന്നുമില്ലായിരുന്നു എങ്കിൽ ഇസ്രായേൽ എന്നേ തീർന്ന് പപ്പടമായി പോയേനെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ഏതാണ്, ഫലസ്തീൻ ഏതാണ് എന്ന് പലർക്കും തിരിച്ചറിയില്ല. ഇസ്രായേലിന്റെ ക്രൂരതകൾ എന്താണ്? അത് യുദ്ധമല്ല, അതൊക്കെ അവിടെ നടക്കട്ടെ ഉസ്താദെ, അതൊക്കെ നടക്കും, അതൊക്കെ ആരെങ്കിലും ഒരാൾ ജയിക്കും. ഇതല്ല എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കണം. ഇസ്രായേലിന്റെ ഭീകരമുഖങ്ങൾ നാം ഒന്ന് മനസ്സിലാക്കി നോക്കണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ ജൂതന്മാരുടെ പാരമ്പര്യം വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരെ ദ്രോഹിച്ച, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജാരസന്താനം എന്ന് വിശേഷിപ്പിച്ച, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ ദ്രോഹികളാക്കി അല്ലെങ്കിൽ ദ്രോഹം ചെയ്തിട്ട് ക്രൂരതകൾ വരുത്തി വെച്ച ഒരു സമുദായമാണ്. ആ സമുദായത്തിന്റെ പാരമ്പര്യമുള്ളവരാണ് നെതന്യാഹുവും കൂട്ടരും. തീർന്നില്ല, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞ, കൊന്നുകളഞ്ഞ പാരമ്പര്യമുള്ളവർ. അതുകൊണ്ട് തന്നെ മരണം വരെയും ജൂതന്മാരുടെ പാരമ്പര്യം കൊലയായിരിക്കും. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു, ശപിച്ചവരാണ് അവര്. ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വഈസ ഇബ്ന മർയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. വിശുദ്ധമായ ഖുർആൻ അവരെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയവര് ആ ജൂതന്മാർ യഹൂദികൾ ആരായിരുന്നെന്നറിയോ? പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വഈസ ഇബ്ന മർയം. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിലൂടെ ശാപങ്ങളേറ്റവരാണ്. അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധരങ്ങളിലൂടെ ശാപവർഷങ്ങൾ ചൊരിഞ്ഞവരാണ്, അത് ഏറ്റവരാണ് ആ ഇസ്രായേലി സമൂഹമെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തേ കാരണം? ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. അവരത്രയ്ക്ക് അതിര് കടന്ന പ്രവർത്തനം അവർ ചെയ്തത്. അമ്പിയാക്കളെ കൊന്ന പാരമ്പര്യം, പ്രവാചകന്മാരെ ക്രൂരമായി ദ്രോഹിച്ച പാരമ്പര്യമുള്ളവരാണവർ. അതുകൊണ്ട് തന്നെ അത് അവരുടെ പാരമ്പര്യം, ആ ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ പാരമ്പര്യം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതൊരിക്കലും മാറുകയില്ല. അതല്ലേ ഹിറ്റ്ലർ പറഞ്ഞത്? ഹിറ്റ്ലർ പറഞ്ഞല്ലോ, ജൂതന്മാരെ എല്ലാം കൂട്ടമായി കൊലപ്പെടുത്തിയിട്ട് ഹിറ്റ്ലർ പറഞ്ഞു അത്രേ. എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ ജൂതന്മാരെ മുഴുവനും കൊലപ്പെടുത്താറില്ല, ഞാൻ ജൂതന്മാരെ മുഴുവനും ഞാൻ കൊല്ലുന്നില്ല, കുറച്ചുപേരെ ഈ ഭൂമിക്ക് മുകളിൽ ഞാൻ വെച്ചേക്കിട്ടുണ്ട്. എന്തിനെന്നറിയോ? എന്തിനാണ് ഞാൻ ജൂതന്മാരെ കൊന്നത് എന്ന് ഇവരുടെ ജീവിതത്തിലൂടെ നിങ്ങൾ തിരിച്ചറിയണം.
ആരാ പറഞ്ഞത്? നബിത്തങ്ങൾ പറഞ്ഞതല്ല, ഹിറ്റ്ലർ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത് ശാപത്തിന്റെ ശരവർഷങ്ങൾ ചൊരിയപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്രായേലികൾ. എന്നും അവരുടെ സ്വഭാവവും സംസ്കാരവും കൊലയും ഒക്കെ തന്നെയാണ്. ഇന്ന് ഇസ്രായേലിന്റെ ആകാശത്തിലൂടെ അവരിലേക്ക് പേമാരിയായി പെയ്തിറങ്ങുന്ന ബോംബിന്റെയും മിസൈലിന്റെയും ഒക്കെ വർഷങ്ങൾ കാണുമ്പോൾ നിലവിളിക്കുകയാണ്, ബങ്കറിന്റെ അകത്ത് ഒളിക്കുകയാണ്. കേവലം ഉരുടുതുണി പോലും എടുക്കാൻ കഴിയാതെ നിക്കറിട്ട് ഓടേണ്ടി വരുന്ന നെതന്യാഹുവിന്റെ അനുയായികളെയാണ് ഇന്ന് ഇസ്രായേൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പോലും പൊളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മിസൈലേറ്റ് ഇറാനിന്റെ മിസൈലേറ്റിട്ട് തകർന്നിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഭാഗം തകർന്ന് ഇളകി തറയുന്നു. അതിന്റെ ശബ്ദം കേട്ടപ്പോൾ പോലും നെതന്യാഹു ഞെട്ടിയുറക്കുകയാണ്. അന്തം വിട്ട് അത്ഭുതത്തോടുകൂടി അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ അവസ്ഥയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിച്ചത് ആരാണ്? രാജാധിരാജനായ റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ്. അല്ലാഹു സർവശക്തനാണ്. മാത്രമല്ല, ഫലസ്തീനിലെ പ്രിയപ്പെട്ട പിഞ്ചുമക്കളുടെ ഹൃദയം നൊന്തുള്ള പ്രാർത്ഥനയാണ്, അവരുടെ ചോരയും അവരുടെ നീരുമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇസ്രായേൽ സമൂഹം ഇനി കടന്നു വരാൻ പോകുന്ന ദയനീയ മുഖങ്ങൾ നാം കണ്ടുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം അതിന്റെ വാർത്തകൾ. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ അഫകുല്ലമാ ജാഅകും റസൂലുൻ ബിമാ ലാ തഹ്വാ അൻഫുസകും, അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അവരുടെ തോന്നിയാസങ്ങൾക്ക് ഇടം നൽകാതെ കൃത്യമായി അല്ലാഹുവിന്റെ മാർഗദർശനങ്ങൾ കൃത്യമായി പറയപ്പെടുന്ന പ്രവാചകന്മാർ അവരിലേക്ക് കടന്നു വന്നപ്പോ, നിങ്ങളിലേക്ക് കടന്നു വന്നപ്പോ, ആ പ്രവാചകന്മാർക്ക് മുന്നിൽ അവരത് സ്വീകരിക്കാൻ തയ്യാറാകാതെ ഇസ്തക്ബർതും, അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളായി അവർ മാറിയത്രേ വിശുദ്ധ ഖുർആൻ. ഇസ്തക്ബർതും, അവർ അഹങ്കാരികളായി തീർന്നില്ല. ഫഫരീഖൻ കദ്ദബ്തും വഫരീഖൻ തഖ്തുലൂൻ, അവർ ഉപദേശിക്കാൻ വേണ്ടി ചെന്ന പ്രവാചകന്മാരെ ചിലരെ അവർ കളവാക്കി മാറ്റി, കള്ളന്മാരാക്കി മാറ്റി, ചിലരെ അവർ കൊന്നുകളഞ്ഞു. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനടക്കമുള്ള, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനടക്കമുള്ള പ്രവാചകന്മാരെ കൊന്നു അവര്. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു. മാത്രമല്ല, ജൂതന്റെ പാരമ്പര്യം അറിയണോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും ചതിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ഈ ഭൂമി ലോകത്തെ ഒരേ ഒരു ജനത അത് ജൂതന്മാര് മാത്രമാണ്. മക്ക മുശ്രിക്കുകൾ പോലും റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരെ യുദ്ധം നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അല്ലാതെയും ഒക്കെ കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ചതിപ്രയോഗത്തിലൂടെ ഈ പ്രവാചകനെ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ചതിപ്രയോഗത്തിലൂടെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിലുള്ള ഒരേ ഒരു ജനത അത് ജൂതന്മാരാണെന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. നമുക്കറിയണോ, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ നുളൈർ എന്ന ഒരു പ്രദേശം, ആ ബനൂ നുളൈറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ നുളൈറിലെ ഒരു മതിലിന് താഴെ അടിഭാഗത്തായിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അവിടുത്തെ കാറ്റും അവിടുത്തെ ശുദ്ധമായ വായുവും ഒക്കെ കൃത്യമായി ശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി നബി തങ്ങൾ ഇരിക്കുന്ന യഹൂദികൾ കണ്ടു അത്രേ. വിശുദ്ധമായ ഹദീസിൽ കാണാം, ഫഹമ്മു ബിഇൽഖാഇ ഹജറിൻ അലൈഹി, ആ നബി തങ്ങൾ ഇരിക്കുന്ന മതിലിന്റെ മുകൾ ഭാഗം ഭയങ്കര ഭയാനകമായ ഒരു കുന്നാണ്. ആ കുന്നിലേക്ക് യഹൂദികൾ, ജൂതന്മാർ കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ മുകളിലിരിക്കുന്ന പാറ ഉരുട്ടി റസൂലുള്ളാഹിയുടെ തലയ്ക്കുമീതെ ഇടാൻ വേണ്ടി ശ്രമിച്ച്, എന്റെ പ്രിയപ്പെട്ടവരെ, അംർ ഇബ്നു ജിഹാഷ് എന്ന യഹൂദിയായിരുന്നു. അവിടെ ഇടപെട്ടു നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട്, യാ റസൂലല്ലാഹ്, അങ്ങിരിക്കുന്ന ഭാഗത്തുനിന്നും അങ്ങൊന്ന് മാറണം നബിയേ. കാരണം എന്ത്? യഹൂദികൾ അങ്ങേക്ക് മുകളിൽ തലയ്ക്കുമീതെ പാറ ഉരുട്ടി കൊല്ലാൻ വേണ്ടി അങ്ങേ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നബിയെ, അങ്ങ് മാറണം. നബി തങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട്, ജിബ്രീലിന്റെ കൽപ്പന വന്നു, അങ്ങോട്ട് മാറിയ സമയം അവർ പാറ ഉരുട്ടി തറയിലേക്ക് ഇട്ടു. റസൂലുള്ളാഹി തങ്ങൾ ആ സ്ഥലത്ത് ഇരുന്നുവെങ്കിൽ കൃത്യമായി നബിയുടെ തലയ്ക്കുമീതെയാകുമായിരുന്നു ആ പാറ വീണത്. പക്ഷേ നസ്സലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായി നബി തങ്ങൾക്ക് വഹി അറിയിച്ചു. നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി, നബി തങ്ങളെ കൊല്ലാൻ പോലും ചതിയിലൂടെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചവരാണ്. സൈനബ് എന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യഹൂദികൾ. വിശുദ്ധമായ ഹദീസിൽ കാണാം,
അവരെ സുഭിക്ഷമായ രീതിയിൽ ഒരു ഭക്ഷണമുണ്ടാക്കി, സുഭിക്ഷമായ രീതിയിൽ ഭക്ഷണമുണ്ടാക്കി. നിബിത്തങ്ങളെയും സ്വഹാബത്തിനെയും ഒക്കെ ഭക്ഷണത്തിന് വേണ്ടി ശ്രമിച്ചു. നല്ല ആടിനെ കറത്തി നല്ലതുപോലെ കറി വെച്ചു. എന്നിട്ട് ആ സൽക്കാരത്തിലേക്ക് നിബിത്തങ്ങളെയും സ്വഹാബത്തിനെയും ക്ഷണിച്ചു അത്രേ. നബിയും സ്വഹാബത്തും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടന്നുപോയി. അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു, ഭക്ഷണം അവിടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. നബിത്തങ്ങളും സ്വഹാബത്തും കഴിക്കാൻ വേണ്ടി കടന്നിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ആ ഭക്ഷണം കഴിക്കരുതേ നബിയേ, അതിൽ വിഷമാണ്, വിഷമാണ്, അതിൽ വിഷം ചേർത്ത ഭക്ഷണമാണ് നബിയേ, അങ്ങയും സ്വഹാബത്തിനെയും കൊല്ലാൻ വേണ്ടി യഹൂദികൾ ചെയ്ത പണിയാണ് നബിയേ. നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ യർഫഉ ഐദിയകും യാ സ്വഹാബ, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ കൈകൾ പൊക്കി മാറ്റണം സ്വഹാബത്തെ, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ കൈകൾ മാറ്റണം സ്വഹാബ. യർഫഉ ഐദിയകും ഫഇന്നഹാ അഖ്ബർതനി അന്നഹാ മസ്മൂമ, അത് വിഷം ചേർക്കപ്പെട്ട ഭക്ഷണമാണെന്ന് ജിബ്രീൽ എന്നോട് വന്ന് പറഞ്ഞു സ്വഹാബത്തെ കഴിക്കരുതേ. എന്താ യഹൂദികൾ, ജൂത സ്ത്രീ ചെയ്തതാണ്. ചതിയിലൂടെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവരാണ് ജൂതന്മാർ. അന്നും ഇന്നും നെതന്യാഹു മാത്രമല്ല, നെതന്യാഹുവിന്റെ വലിയച്ഛന്മാരടക്കമുള്ളവർ, പൂർവ്വപിതാക്കന്മാരടക്കമുള്ളവർ, ജൂത പാരമ്പര്യമുള്ളവർ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അവരൊക്കെ ക്രൂരന്മാരും ഭീകരന്മാരും ലോക സമാധാനത്തിന്റെ തീരാ നഷ്ടങ്ങളും അല്ലെങ്കിൽ ലോക സമാധാനത്തിന്റെ പ്രത്യാഘാതങ്ങളുമാണ്, അല്ലെങ്കിൽ ഭീകരതയുടെ മുഖങ്ങളും കൂടിയാണ് എന്ന കാര്യം നാം മറന്നു പോകരുതേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്രയേൽ ഒരു ബോംബ് വർഷം വീഴുമ്പോൾ, ഒരു ബോംബിന്റെ ചീള് വീഴുമ്പോൾ നെഞ്ചുരുണ്ടി മരിക്കേണ്ടവരല്ല മുഅ്മിനീങ്ങൾ. ഇസ്രയേലിൽ ഒരു ബോംബ് വീഴുമ്പോ നെഞ്ചുരുങ്ങി നിലവിളിക്കേണ്ടവരല്ല വിശ്വാസികള്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി നാം കരയണമായിരുന്നു, ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി കരയണമായിരുന്നു. എത്രയോ വർഷങ്ങളായി അനുഭവിക്കുന്നു, ഇന്നും അനുഭവിക്കുന്നു, ഇന്നലെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം നൽകാമെന്ന് പറഞ്ഞ് പിഞ്ചുമക്കളടക്കമുള്ളവരെ വരിക്ക് നിർത്തിയിട്ട്, ക്യൂയിൽ നിർത്തിയിട്ട് പുറകിലൂടെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇന്നലെയും 29 പേരാണ് മരിച്ചത്. ആകെ ഇന്നലെ 24 മണിക്കൂറിനകത്ത് ഇന്നലെ മരണപ്പെട്ടത് 100 പേരാണ് ഫലസ്തീനിൽ. ഒരു ഭാഗത്ത് ഫലസ്തീൻ, മറുഭാഗത്ത് ഇസ്രയേൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ആര്? ഇസ്രയേൽ. അല്ലാഹു തആല ലോകത്തിന് പരിപൂർണമായ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജൂതന്മാരുടെ പാരമ്പര്യം അറിയോ? ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്നവരായിരുന്നു ജൂതന്മാർ. ഒരാളും ഒരു സ്ഥലം കൊടുത്തിട്ടില്ലായിരുന്നു, ഒരു രാജ്യവും ഒരു അഭയം കൊടുത്തിട്ടില്ലായിരുന്നു. അവസാനം 1948 ബ്രിട്ടന്റെ നേതൃത്വത്തിൽ കൃത്യമായൊരു ചതിപ്രയോഗം അവിടെ നടന്നു. ഏകപക്ഷീയമായ രീതിയിൽ ഒരിടവും ലഭിക്കാതെ വന്ന ജൂതന്മാരെ, അലഞ്ഞു തിരിഞ്ഞ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ജൂതന്മാരെ 1948 ബ്രിട്ടീഷിന്റെ നേതൃത്വത്തിൽ, ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായ രീതിയിൽ ഫലസ്തീനിൽ അവർക്ക് മണ്ണ് കൊടുത്തു, അവരെ പ്രതിഷ്ഠിച്ചു ഫലസ്തീൻ മണ്ണിൽ. എന്നിട്ടെന്തെന്നറിയോ? ആ ഫലസ്തീൻ മണ്ണിൽ അവരെ കുടിയിരുത്തിയതിനു ശേഷം അവർക്കുള്ള സൗകര്യങ്ങൾ ഇന്ന് നാം പരിശോധിച്ചു നോക്കുമ്പോൾ, അന്ന് UN അന്ന് അവർ കളന്നു കൊടുത്തിരുന്ന പ്രദേശത്തേക്കാൾ 3 ഇരട്ടി ഭൂമിയാണ് ഇന്ന് കൈയടക്കി വെച്ചിരിക്കുന്നത് ഇസ്രയേൽ. അന്ന് അതിന്റെ പേരിൽ 7.5 ലക്ഷം ഫലസ്തീനികൾ പുറന്തള്ളപ്പെട്ടു ആ രാജ്യത്തുനിന്ന്. ഇന്ന് ആകെ മൊത്തം പരിശോധിച്ചു നോക്കുമ്പോ 50 ലക്ഷം ഫലസ്തീനികളാണ് പിറന്ന മണ്ണിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. അഭയം നൽകിയവർ അഭയാർത്ഥികളായി മാറി, അഭയം നൽകിയവർ അഭയാർത്ഥികളായി മാറി. ഫലസ്തീനിൽ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സമൂഹമാണ് ഇസ്രയേലി ജൂതന്മാരെന്ന് പറയുന്നത്. എന്റെ വീട്ടിലോ എന്റെ കുടുംബത്തിലോ നിങ്ങളിലോ നിങ്ങളുടെ വീട്ടിലോ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി പ്രമാണമുള്ള ഒരു വസ്തു മറ്റൊരാൾ കൈയടക്കി വെച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതിരോധം? എങ്ങനെയായിരിക്കും? ഇന്ന് അഭയം നൽകിയ ഒരു സമൂഹം, അവരെ സഹായിച്ച ഒരു സമൂഹം അഭയാർത്ഥികളായി അവരുടെ മുന്നിലുള്ള ചോരയും നീരും, അല്ലെങ്കിൽ തലയില്ലാത്ത ശരീരങ്ങളും കുടലില്ലാത്ത ശരീരങ്ങളും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് പരിപൂർണമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കി നോക്കണം, ലോകം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിയന്ത്രിക്കുന്നത്. ഈ അഹങ്കാരത്തിനും ഹുങ്കിനും ഒന്നും ഒരു പക്ഷേ തൽക്കാലം ഒരു സുഖമുണ്ടാകും. ശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതുപോലെ കൃത്യമായി അക്രമികളുടെ കരങ്ങളെ പിടിക്കാൻ, അക്രമികളെ നിലയ്ക്ക് നിർത്താൻ ലോകരാജ്യങ്ങൾപ്പെട്ട രാജ്യങ്ങൾ കടന്നു വരും.
അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കളുടെ കണ്ണുനീരിനും ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കൾ നൽകിയ ചോരയ്ക്കും അവരുടെ ജീവനും പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രത്തിനെ അള്ളാഹു തആല തകർക്കുമെന്നതിൽ സംശയമില്ല. അത് നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഫലസ്തീനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ തലയ്ക്കുമീതെ ബോംബ് വർഷം കടന്നു വരുമ്പോ, ബോംബുകൾ പെയ്തിറങ്ങുമ്പോ പുഞ്ചിരിയോടുകൂടി നോക്കി, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ.